السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഖുൽഅനെ കുറിച്ചാണ് പറയുന്നത്. ഭർത്താവിന് പ്രതിഫലം നൽകി ഭർത്താവിൽ നിന്ന് ത്വലാഖ് വാങ്ങുന്നതിനാണ് ഖുൽഅ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് പറഞ്ഞു അല്ലേ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. ആ മത്തിനെ ഞാൻ ഒരു കൂടെ വായിക്കുകയാണ്. അൽ ഖുല്ലു ഫിർഖത്തും ബിഇവദിൻ, പ്രതിഫലം നൽകി വിവാഹബന്ധം വേർപ്പെടുത്തലാണ് ഭർത്താവ്. ലി സൗജിൻ, ഭർത്താവിന് ലഭിക്കുന്ന പ്രതിഫലത്തിന്. അവളെ കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് മഹർ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അവൾക്ക് വിവാഹം വേർപ്പെടുത്തി പോകണമെന്നുണ്ടെങ്കിൽ അവൾ തിരിച്ചിങ്ങോട്ടും കൊടുക്കട്ടെ. അതിന് രണ്ട് പദം ഉപയോഗിക്കാം. ത്വലാഖിൻ്റെ പദം ഉപയോഗിക്കാം, ഖുൽഇൻ്റെ പദം ഉപയോഗിക്കാം. പ്രതിഫലം പറഞ്ഞാൽ മതി എന്ന് മാത്രം. അപ്പോൾ പ്രതിഫലം പറയാതെ ഖുൽഅ് നടന്നാലോ? ഖുൽഅ് നടന്നു, പ്രതിഫലം പറയാതെ നിന്നെ ഞാൻ ഖുൽഅ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഖുൽഅ് എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിനല്ലേ ഉണ്ടാവുക, തലാഖലി എന്ന് പറഞ്ഞ മാതിരിയല്ലോ. അപ്പോൾ അവളത് സ്വീകരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് പറഞ്ഞതെങ്കിൽ അങ്ങനെ അവൾ സ്വീകരിച്ചു. ഓക്കെ, ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രതിഫലം പറയുന്നില്ലല്ലോ. ഞാൻ നിന്നെ ഖുൽഅ് ചെയ്തു എന്ന് പറഞ്ഞു. എത്ര രൂപക്ക് എന്ന് പറഞ്ഞില്ല. അവളത് സ്വീകരിക്കണം, അവളുടെ ഇൽത്തിമാസ് തേടുക, കബൂലിനെ തേടുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ എനിക്ക് സമ്മതമാണോ എന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അങ്ങനെ അവൾ ഓക്കെ ഞാൻ ഖുൽഅ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഫലം പറയാത്തത് കൊണ്ട് മഹ്ർ മിസ്ലാണ് നിർബന്ധമാവുക. യജിബു അലിഹ, മഹ്ർ മിസ്ലോട് കൊടുക്കേണ്ടി വരും. അവളെ പോലെയുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന മഹ്റിൻ്റെ എത്രയാണ് വരിക, അതാണ് പ്രതിഫലം അയാൾക്ക് നൽകേണ്ടത്. കാരണം ഉറുഫ് പതിവ് അങ്ങനെ നടന്നു വന്നിട്ടുണ്ട്. ഇവതിന് പകരമാണല്ലോ സാധാരണ ഖുൽഅ് നടക്കാറുള്ളത്. ഇനി ഇത് അവളോട് പറയുമ്പോഴാണ്. അയാൾ അന്യൊരു പുരുഷനോട് പറഞ്ഞു ഞാൻ അവളെ ഖുൽഅ് ചെയ്തു എന്ന് പറയുന്നെങ്കിൽ അവിടെ അവൾ ത്വാലിഖാകും, അവിടെ പ്രതിഫലം കിട്ടൂല. ഏതുപോലെ അസാധുവായ ഇവള് പറഞ്ഞുകൊണ്ട് ഒരു പുറത്തുള്ള മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇപ്പോൾ പെണ്ണിൻ്റെ വാപ്പാനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ മകളെന്തായിട്ടുണ്ട് ഖുൽഅ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവിടെ തലാഖ് സംഭവിക്കുള്ളൂ, പൈസ ഒന്നും കൊടുക്കണ്ട. ഇനി അവൾ ആവശ്യപ്പെടണം എന്ന്, അവൾ അതിനെ സ്വീകരിക്കണം എന്ന ഉദ്ദേശമില്ലാതെയാണ് പറഞ്ഞതെങ്കിലോ റജിയ തലാഖാണ് സംഭവിക്കുക. ഇനി പറയുന്നത് ഭർത്താവ് എന്ത് ചെയ്തു, അവളോട് പറഞ്ഞു 1000 രൂപക്ക് പകരം ഞാൻ ഇന്ന തലാഖ് ചൊല്ലിന്ന് അങ്ങോട്ട് പറഞ്ഞു. തലാഖിന് പ്രതിഫലം പറഞ്ഞുകൊണ്ട് തലാഖ് ചൊല്ലി, അല്ലെങ്കിൽ ഖുൽഅ് ചെയ്തു 1000 രൂപക്ക് ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു, ഖുൽഅ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീ പെണ്ണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. പെണ്ണിനോട് അങ്ങോട്ട് പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ പേര് മുആവള എന്നാണ്. അവിടെ എന്താ പ്രത്യേകത? അവളത് സ്വീകരിക്കണം, ഓക്കെ എന്ന് പറയണം. ഓക്കെ എന്ന് പറയുന്നതിന് മുമ്പ് വേണമെങ്കിൽ അയാൾക്ക് പിന്മാറാൻ, ഞാൻ പിന്മാറിയിട്ടോ എന്ന് പറയാം. ത്വലാഖിലേ നടക്കില്ലല്ലോ. ഞാൻ നിന്നെ ത്വലാഖില്ല എന്ന് പറഞ്ഞാൽ അവൾ സ്വീകരിക്കണം എന്നില്ല. ത്വലാഖ് ചെല്ലുന്നിടത്ത് ഭാര്യ സ്വീകരിക്കണം എന്നില്ല. പ്രതിഫലത്തിന് തലാഖ് ചെല്ലുമ്പോൾ, ഖുൽഅ് ചെയ്യുമ്പോൾ അവൾ സ്വീകരിച്ചാലേ തലാഖ് സംഭവിക്കും. അപ്പോൾ ഉടനെ തന്നെ സ്വീകരിക്കണം. അതിനും കുറേ കഴിഞ്ഞിട്ട് സ്വീകരിച്ചാലൊന്നും പോരാ, ഉടനെ തന്നെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് പിന്മാറി എന്ന് പറഞ്ഞാൽ പിന്നെ തലാഖ് സംഭവിക്കുന്നതും അല്ല. നോക്കൂ, വൈദാ ബദഅ സൗജു, ഭർത്താവ് തുടങ്ങി ബിസീഗത്തി മുആവദത്തിൻ, ഒരു മുആവദത്തിൻ്റെ സീഗ കൊണ്ട്. മുആവദത്ത് പറഞ്ഞാൽ ഒരു പ്രതിഫലത്തിൻ്റെ സീഗ. തല്ലഖത്തു ഖിയാ, 1000 ഞാൻ നിന്നെ തലാഖ് ചൊല്ലി ഖുൽഅ് ചെയ്തു എന്ന് പറഞ്ഞു.
അപ്പോൾ അത് അഖ്ദ് മുആവദത്താണ്. അഖ്ദ് മുആവദത്താണ്. ലിഅഖ്ദിഹി ഇവദൻ, കാരണം അയാൾ പ്രതിഫലം വാങ്ങിയതിന് വേണ്ടി ഫി മുഖാബലത്തിൽ അവളുടെ ബുളഇൻ്റെ പകരമായിട്ട് അൽ മുസ്തഹഖി ലഹു, അയാൾക്ക് അർഹതപ്പെട്ട അവളുടെ ബുള ഉണ്ടല്ലോ, അയാളുടെ ആ ബുളഇന് പകരമായിട്ട് അയാൾ ഇവദ് പ്രതിഫലം സ്വീകരിച്ചതുകൊണ്ട് അത് ഒരു പ്രതിഫലം വാങ്ങിയിട്ടുള്ള ഇടപാടാകുന്നു. പ്രതിഫലം വാങ്ങി പറഞ്ഞുകൊണ്ടുള്ള ഏത് ഇടപാടിനും സ്വീകരിക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നിനക്ക് എൻ്റെ വാച്ച് വിറ്റു എന്ന് പറഞ്ഞാൽ അത് മുആവദത്താണ്. അപ്പോൾ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ വിൽപ്പനാവുള്ളൂ. അഖ്ദ് മുആവദത്ത് അങ്ങനെയാണ്, സ്വീകരിച്ചു എന്ന് പറയണം. നിക്കാഹൊക്കെ മാതിരി തന്നെ മഹറിന് പകരം ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ കാരണം അഖ്ദ് മുആവദത്താണ്, പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ള ഏത് ഇടപാടിനും സ്വീകരിക്കേണ്ടതാണ്. അതേ സമയത്ത് അതിൽ താരീഖും കൂടിയുണ്ട്. താരീഖ് എന്ന് പറഞ്ഞ ഒരു കാര്യം ബന്ധിപ്പിച്ച് പറയുന്നതിനാണ് താരീഖ് എന്ന് പറയാം. അപ്പോൾ അത് മുആവദത്താണ്. അതോടൊപ്പം വഫീഹാദിലുണ്ട് ഷൗബ് താരീഖിൻ, ഒരു കാര്യത്തോട് ബന്ധിപ്പിച്ച് പറയലും കൂടിയുണ്ട്. എന്തുകൊണ്ട്? എന്താ ബന്ധിപ്പിക്കൽ? സെയ്ദ് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അവൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ ത്വലാഖാണ് എന്നൊക്കെ പറയുന്നതാണല്ലോ ഇപ്പോൾ താലീഖ് എന്ന് പറയുന്നത്, അല്ലേ? ഈ തവഖുഫി വുഖൂഇ ത്വലാഖി ബിഹ, കാരണം ഇതുകൊണ്ടുള്ള ത്വലാഖ് സംഭവിക്കുന്നതിന് നിർബന്ധമാണ് അലൽ ഖബൂലി, അവളെ സ്വീകരിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് താലീഖ് ഉണ്ട് എന്ന് പറയാൻ കാരണം? താലീഖിൻ്റെ കലർപ്പുള്ള മുആവദത്താണ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഈ മുആവദത്തുകൊണ്ട് തലാഖ് സംഭവിക്കുന്നതിന് നിർബന്ധമാണ് അലൽ ഖബൂലി, അവൾ സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അയാൾക്ക് ഒറ്റക്ക് വേണമെങ്കിൽ തലാഖ് ചെല്ലാൻ പറ്റുമല്ലോ, അവൾ സ്വീകരിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതെന്തുണ്ട്? മുആവദത്താണ്, അതിനോട് കൂടെ താലീഖ് കൂടിയാണ്. ഷൗബ് എന്ന് പറഞ്ഞാൽ ഒരു ചൊയ, കലർപ്പ് എന്ന് ആയതിനാൽ ഫലഹു റുജൂൻ, അയാൾക്ക് പിന്മാറാം ഖബല ഖബൂലിഹ, അവളത് സ്വീകരിക്കുന്നതിന് മുമ്പ്. കാരണം ലിഅന്നഹാദാസുൽ മുആവദാത്ത്, അതാണല്ലോ മുആവദാത്തിൻ്റെ സ്വഭാവം. ഇവത് പറഞ്ഞുകൊണ്ടുള്ള എല്ലാ ഇടപാടുകളും അങ്ങനെയാണല്ലോ. താരീഖിൻ്റെ കലർപ്പുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, താരീഖാണെങ്കിൽ പിന്നെ പിന്മാറാനൊന്നും കഴിയില്ല. പക്ഷെ അത് മുആവദത്തും കൂടി ആയതുകൊണ്ട് പിന്മാറാം സ്വീകരിക്കുന്നതിന് മുമ്പ്. നമ്മൾ താരീഖ് ചെയ്യുകയാണെങ്കിൽ പിന്മാറാൻ പറ്റില്ല. മുആവദത്താണ് എന്നാൽ താരീഖിൻ്റെ കലർപ്പുണ്ട്. മുആവദത്താണ് എന്ന വശം വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ഫലഹു റുജൂൻ ഖബല ഖബൂലിഹ, അവൾ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് അയാൾക്ക് പിന്മാറാവുന്നതാണ്. വശുരിത ഖബൂലുഹ ഫൗറൻ, ഉടനെ തന്നെ സ്വീകരിക്കൽ നിർബന്ധമാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവില്ല. ഐ ഫി മജ്ലിസി തവാജുബി, അല്ലേ? ഈ തവാജുബ് പറഞ്ഞാൽ പരസ്പരം സംസാരിക്കുന്ന ആ മജ്ലിസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിലഫ്ലിൻ, വാക്കുകൊണ്ട് തന്നെ സ്വീകരിക്കണം. തഖാത്തുബിൻ്റെ മജ്ലിസിൽ, ഖിതാബിൻ്റെ മജ്ലിസിൽ തന്നെ സ്വീകരിക്കണം. കഖബിൽതു ഔ ലമിൻതു എന്ന്. അല്ലെങ്കിൽ വാക്കുകൊണ്ടല്ല സ്വീകരിക്കുക, പൈസ എടുത്തു കൊടുക്കണം. ഔ ബിഫീലിൻ, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് സ്വീകരിക്കണം. കൈഹ, അവൾ നൽകുക അയാൾക്ക് അൽഅൽഫ 1000 റുപ്യ. പ്രവൃത്തി തന്നെ വേണോ എന്നുള്ളത് തിരക്കുണ്ട്. പക്ഷേ അലാമാ ഖാലഹു ജമ്മു മുഹഖിഖുൻ, ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞ പ്രകാരം വാക്കുകൊണ്ട് തന്നെ സ്വീകരിക്കണം എന്നല്ല, പ്രവൃത്തിയോട് സ്വീകരിച്ചാലും മതി. അങ്ങനെയാണ് തുഹ്ഫയിലും നിഹായിലും ഒക്കെ പറയുന്നത്. അപ്പോൾ ഉടനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും സംസാരം വന്നാൽ തലാഖ് സംഭവിക്കൂല. നോക്കൂ, ഫലോ തഹല്ലല, ഇടക്ക് വന്നാൽ ബൈന ലഫ്ദിഹി വ ഖബൂലിഹ, അയാളുടെ വാക്കിൻ്റെയും അവളുടെ ഖബൂലിനിടയിൽ വന്നു. സമനുൻ, ഒരു സമയം ഇടക്ക് വന്നാൽ. ഔ കലാമുൻ തവീലൻ, അല്ലെങ്കിൽ നീണ്ട സംസാരം ഇടക്ക് വന്നാൽ ലം യൻഫുദ്, തലാഖ് സംഭവിക്കുന്നതല്ല. നഫദ എന്നാണ് സംഭവിച്ചു. ഇനി അയാളെന്താ പറഞ്ഞതെന്നറിയോ? 1000 രൂപയ്ക്ക് ഞാൻ നിന്നെ 3 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു 1000 റുപ്യക്ക് ഞാൻ 1 തലാഖ് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എത്ര സംഭവിക്കുക?
മൂന്നും സംഭവിക്കും. 1000 റുപ്യ അവൾക്ക് കിട്ടും ചെയ്യും. വലവും ഖാല ഒരാൾ പറഞ്ഞു തല്ലഖതുകി സലാസൻ ബി അൽഫിൻ ഫഖബിലത്ത് വാഹിദത്തൻ ബി അൽഫിൻ ഫതഖഉ സലാസു ഒ തജിബുൽ അൽഫു. 1000 റുപ്യ അവൾക്ക് കിട്ടുകയും ചെയ്യും. സ്ഥിരപ്പെടുന്ന അർത്ഥം. തജിബ് പറഞ്ഞാൽ സ്ഥിരപ്പെടും. അവൾ കൊടുക്കേണ്ടി വരും. അവൾ 1000 റുപ്യ കൊടുക്കൽ നിർബന്ധമാകും. ഇനി പെണ്ണ് അങ്ങോട്ട് പറഞ്ഞു 1000 രൂപയ്ക്ക് നിങ്ങൾ എന്നെ തലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ 1000 റുപ്യക്ക് എന്നെ തലാഖ് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. ഇതും നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. അയാൾ മറുപടി പറയുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവൾക്ക് പിന്മാറാം. മറുപടി പറഞ്ഞു കഴിഞ്ഞാലോ ത്വലാഖ് സംഭവിക്കുകയും ചെയ്യും. കാരണം മുആബദാത്താണ്. അപ്പം എന്ത് ചെയ്യണം? ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അയാൾ തലാഖ് ചെല്ലണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് തലാഖ് ചെല്ലണം. ഉടനെ തന്നെ തലാഖ് ചെല്ലണം. അല്ലാതെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ അത് ഹുൽ അല്ല, വെറും തലാഖായിട്ട് മാറുകയും ചെയ്യും. നോക്കൂ, വൈദാ ബദാത്തി സൗജത്തു, ഭാര്യ തുടങ്ങി ബി തലാഖിൻ, തലാഖ് തേടിക്കൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യം ഭാര്യ എന്ത് ചെയ്തു? ഭാര്യ ഭർത്താവിനോട് തലാഖ് ആവശ്യപ്പെട്ടാൽ, അയാൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തൊല്ലിഖിനി, നിങ്ങൾ തന്നെ തലാഖ് ചൊല്ലിക്കൂടെ 1000 റുപ്യക്ക് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ തൊല്ലഖ്തനീ, എന്നെ തലാഖ് ചൊല്ലിയാൽ ഫലക അലയ്യ കഥ, രണ്ടും പറ്റും. അജാബഹ സൗജു, ഭർത്താവ് ഓക്കെ എന്ന് പറഞ്ഞാൽ മുആബദത്തും മിൻ ജാനിബി, അത് അവളെ ഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ള തലാഖ് ആവശ്യപ്പെടലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫലഹാ റുജൂൻ ഖബല ജവാബി, അയാൾ മറുപടി പറയുന്നതിന് പോവുകയാണെങ്കിൽ അവൾക്ക് പിന്മാറാം. ലിഅന്ന ദാലിക ഹുക്മുൽ മുആബദാത്തി, കാരണം ഇവൾ പറഞ്ഞുകൊണ്ടുള്ള ഇടപാടിൻ്റെ വിധി അങ്ങനെയാണ്. പിന്നെന്ത് ചെയ്യണം? അയാൾ സ്വീകരിച്ചാൽ മാത്രം പോരാ. വിസ്തറത്തു തലാഖ് ബാദ സുആലിഹ ഫൗറൻ, അവൾ ചോദിച്ചതിൻ്റെ ഉടനെ തന്നെ തലാഖ് ഉച്ചരിക്കൽ ഷർത്തും ആണ്. വൈലം യുതല്ലിഖ്ഹാ ഫൗറൻ, അപ്പോൾ ഉടനെ അയാൾ തലാഖ് ചൊല്ലിയില്ലെങ്കിലോ അത് അതിൻ്റെ മറുപടി ആവൂല. കാന തത്രീഖുഹു ലാ ഇബ്തിദാഅൻ ലിത്വലാഖി, അപ്പോൾ അയാൾ ചൊല്ലിയ തലാഖ് കൊണ്ടുള്ള തുടങ്ങലാണ്, അതിൻ്റെ മറുപടിയല്ല. 1000 രൂപ അയാൾ കൊടുക്കേണ്ടി വരില്ല. അയാൾക്ക് കിട്ടൂല. കാന തത്രീഖു ലഹ, അവളെ തലാഖ് ചൊല്ലിയത് ഇബ്തിദാ ലിത്വലാഖി, തലാഖിനെ തുടങ്ങലാകും, അവൾ ആവശ്യപ്പെടുന്നതിന് മറുപടി ആവൂല. ഖാല ശൈഖു സക്കരിയ റഹ്മഹുല്ലാഹ് വനഫഅനാ ബി ലവിദ്ദഅനു ജവാബൻ, ഇനി ആൾ ബാധിച്ചത് മറുപടിയാണ്, അപ്പോൾ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. വക്കാന ജാഹിലൻ മഅസൂറൻ, അയാൾക്ക് ആ കാര്യം അറിയില്ലായിരുന്നു. അതിൽ അയാൾ ഉദറുള്ള ആളുമാണ്, കാരണമുള്ള ആളുമാണ്. അറിയാതിരിക്കുന്നതിന് അയാൾക്ക് കാരണമുണ്ട്, വിവരമല്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തലാഖല്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ സുദ്ദിഖ ബിയമീനിഹി, അയാളെ വാദം സ്വീകരിക്കപ്പെടും, അയാളെ സത്യം ചെയ്യിപ്പിക്കണം. അയാൾക്ക് അവൾ 1000 രൂപ പ്രതിഫലം കൊടുക്കൽ നിർബന്ധമാവുകയും ചെയ്യും. അങ്ങനെ അയാൾക്ക് അറിയില്ല, ഉടനെ തലാഖ് സ്വീകരിക്കേണ്ടതാണ്, ഉടനെ തലാഖ് ചെല്ലേണ്ടതാണെന്ന് അയാൾക്ക് അറിയില്ല. അതിൽ മഅസൂറൻ, അയാൾ കാരണമുള്ള ആളാണ്, പണ്ഡിതന്മാർക്കിടയിൽ ജീവിക്കുന്ന ആളൊന്നുമല്ല, വിവരമില്ലാത്ത ആളാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഗതി. ഔ ബദഅ ബിസീഗത്തി തഅലീഖിൻ ഫി ഇസ്ബാത്തിൻ കമത്താ ഔയഹീനൻ അഅതതനി കദാ ഫഅന്തി ത്വാലിഖുൻ ഫതഅലീഖു ലിഖ്തിദാഇ സിഗതി ലഹു ഫലാ തലാഖ ഇല്ലാ ബഅദ തഹഖുഖി സിഗതി വലാ റുജൂഅ ലഹു ഖബ്ല സിഫതി കസായിരി തഅലീഖാത്ത്. നമ്മൾ ഇടപാടിനെ തഅലീഖ് മുആവദത്ത് എന്ന് പറയുന്ന 2 രീതിയാക്കി തിരിച്ചിട്ടുണ്ട്. മുആവദത്ത് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ കക്ഷി സ്വീകരിക്കുന്നതിന് മുമ്പ് പിന്മാറാൻ പറ്റുമെന്നുള്ളതാണ്. തഅലീഖ് ഒന്നിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, നീ എനിക്ക് 1000 രൂപ തന്നാൽ, ഇങ്ങനെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ പിന്നെ പിന്മാറാൻ കഴിയില്ല. എപ്പോഴാണോ 1000 രൂപ കൊടുക്കുന്നത് അപ്പോൾ താരിക്കാവും. ഔ ബദ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു തുടങ്ങി ബി സീഗത്തി തഅലീഖിൻ, ഒരു തഅലീഖിൻ്റെ സീഗ, തഅലീഖിനെ അല്ലക്ക ബന്ധപ്പെടുത്തി ഫി ഇസ്ബാത്തിൻ, നഫി അല്ല മുസ്ബത്തിൽ. ഉദാഹരണം മത്താ അഅതൈതിനി, അല്ലെങ്കിൽ അയ്യഹീനിൻ അഅതൈതിനി. മത്താ എന്ന് പറഞ്ഞാൽ നീ തരുമ്പോൾ, അതിന് അയ്യഹീൻ എന്ന് പറഞ്ഞാൽ നീ വല്ലപ്പോഴും തന്നാൽ, കഥ ഇത്ര സംഖ്യ 1000 റുപ്യ തന്നാൽ, ഫഅന്തി ത്വാലിഖുൻ എന്ന് പറഞ്ഞാൽ, ഇത് ഭർത്താവ് പെണ്ണിനോട് പറഞ്ഞു, നീ എനിക്ക് 1000 തന്നാൽ, നീ എനിക്ക് 1000 തരുമ്പോൾ നീ ത്വാലിഖാണ് എന്ന് പറഞ്ഞു. തരുമ്പോൾ എന്നാണ് പറഞ്ഞത്. ഫതഅലീഖുൻ, അത് തഅലീഖാണ്. ലിഖ്തിദാഇ സിഗതി ലഹു, കാരണം ആ പദം തഅലീഖിനെയാണ്
തേടുന്നത്. അപ്പോൾ പിന്നെ ഫലാ ത്വലാഖ് തലാഖ് സംഭവിക്കൂല ഇല്ലാ ബഅദ തഹഖുഖി സിഫത്തി, ആ വിശേഷണം ഉണ്ടായതിന് ശേഷമല്ലാതെ. ഏതാണോ വിശേഷണം? 1000 ഉറുപ്പ്യ കൊടുത്താൽ മാത്രമേ തലാഖ് സംഭവിക്കുള്ളൂ. വലാ റുജ്അലഹു അൻഹു ഖബ്ല സിഫത്തി, ആ വിശേഷണം ഉണ്ടാകുന്നതിന് മുമ്പ് അഥവാ പൈസ കൊടുക്കുന്നതിന് മുമ്പ് അയാൾക്ക് അതിൽ നിന്ന് പിന്മാറാനും കഴിയില്ല. കസായിരി താരിഖാത്തി, മറ്റെല്ലാ താരിഖാത്തുകൾ അങ്ങനെയാണല്ലോ. ഇവത് പറയാത്ത, പ്രതിഫലം പറയാത്ത, ഇവിടെ പ്രതിഫലം പറഞ്ഞില്ലല്ലോ. 1000-ന് പകരം ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി എന്ന് പറയുമ്പോഴാണ് പ്രതിഫലം പറയുന്നത്. 1000-ന് ബി കൊടുത്തിട്ട് 1000 രൂപക്ക് ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി എന്ന് പറയുന്നതാണ് മുആവദത്ത്. ഇവിടെ അങ്ങനെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ? നീ തന്നാൽ എന്നാണ്, ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഒരു നിബന്ധനയോട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്, നിബന്ധന വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. മത്തിനിലേക്കൊന്നും കൂടെ നോക്കൂ. വൈദാ ബദ അസ്സൗജു, ഭർത്താവ് തുടങ്ങി ബി മുആവദത്തിൻ, പ്രതിഫലം പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ, ഉദാഹരണം തല്ലഖ്തുകി ബി അൽഫിൻ, 1000 ഞാൻ നിന്നെ തൊലാക്കലി എന്ന് പറഞ്ഞു, അവിടെ മുആവദത്താണ്. ഫലഹു റുജൂൻ ഖബല ഖബൂലിഹ, അവൾ സ്വീകരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് പിന്മാറാം. സുരിത ഖബൂലുഹ ഫൗറൻ, ഉടനെ തന്നെ അവൾ സ്വീകരിക്കൽ നിർബന്ധമാണ്, അപ്പോഴേ തലാഖ് സംഭവിക്കൂ. ഇനി ഔ ബദ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു താലീഖിൻ്റെ സിയ കൊണ്ട് പറഞ്ഞു, ഒരു നിബന്ധന പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മത്താ ആയത്തേതിന്, നീ എനിക്ക് തരുമ്പോൾ ഫഅന്തി ത്വാലിഖുൻ എന്ന് പറഞ്ഞാൽ അത് മുആവദത്തല്ല, താലീഖാണ്. ഫലാ റുജൂഅ, അപ്പോൾ പിന്നെ അയാൾക്ക് പിന്മാറാൻ പറ്റൂല. വലാ യുശ്തറത്തു ഫീഹി ഖബൂലുൽ ലഫ്ളൻ, അവിടെ വാക്കാൽ സ്വീകരിക്കൽ ഷർത്തില്ല. വലാ ഇഅ്താഉൻ ഫൗറൻ, ഉടനെ തന്നെ പൈസ കൊടുക്കലും ഷർത്തില്ല. സഹസൊക്കെ പിരിഞ്ഞിട്ട് എപ്പോൾ കൊടുത്താലും തലാഖ് സംഭവിക്കും. ഇതെപ്പോൾ? അയാൾ പറയുമ്പോൾ. വലാ യുശ്തറത്തു ഫീഹി ഖബൂലുൽ ലഫ്ളൻ, ഇവിടെ ഭാര്യൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ സ്വീകരിക്കൽ ഷർത്തില്ല. വലാ ഇഅ്താഉൻ ഫൗറൻ, ഉടനെ തന്നെ കൊടുക്കലും ഷർത്തില്ല. പിന്നെയോ ബൽ യക്ഫിൽ ഇഅ്താഉ, കൊടുത്താൽ മതിയാകും. വലോ ബഅദ അൻ തഫറഖാ അനിൽ മജ്ലിസ്, രണ്ടുപേരും സദസ്സിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം കൊടുത്താലും മതിയാകും. ഈ ദലാലത്തിഹി, കാരണം ഈ മത്ത എന്ന വാക്ക് അറിയിക്കുന്നുണ്ട് അൽ ഇസ്തിഗ്റാഖി കുല്ലിൽ അസ്മിനത്തി, എല്ലാ സമയത്തിൻ്റെ മേലും അറിയിക്കുന്നുണ്ട്, മുഴുവൻ സമയത്തെയും ഉൾപ്പെടുത്തുന്നതിന് മേൽ അറിയിക്കുന്നുണ്ട്. മിൻഹു, ഭർത്താവിൽ നിന്ന് സ്വരീഹൻ, വ്യക്തമായിട്ട്. നീ തരുമ്പോൾ എന്നാണല്ലോ, മത്ത എന്നാണ് തന്നാൽ നല്ല അർത്ഥം, തരുമ്പോൾ അല്ലെങ്കിൽ ഏത് സമയത്ത് തന്നാലും എന്നാണ് അർത്ഥം. തരുമ്പോൾ സമയത്തെക്കുറിച്ചുകൊണ്ട്, തന്നാൽ എന്ന് പറയുന്നത് പോലെയല്ല തരുമ്പോൾ എന്ന് പറയുന്നത്. അതറിയിക്കുന്നതിന് അൽ ഇസ്തിഗ്റാഖി കുല്ലിൽ അസ്മിനത്തി, മുഴുവൻ സമയത്തെയും ഉൾപ്പെടുത്തുന്നതിന് അറിയിക്കുന്നുണ്ട്. ഇസ്തിഗ്റാഖ് തന്നെ ഉൾപ്പെടുത്തുക, മുഴുവൻ സമയത്തെയും. കുല്ലും ഇസ്തിഗ്റാഖ് ഒരർത്ഥം തന്നെ, സ്വരീഹൻ വ്യക്തമായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട്. ഇത് മുസ്ബത്തിലുള്ള താലീഖാണ്. തന്നാൽ, തന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മറ്റൊരു മസലയാണ്. ഈ പറഞ്ഞത് അയാളാകുമ്പോഴാണ് ഈ വിഷയം. ഇനി അവൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞാലോ, നിങ്ങൾ എന്നെ തലാക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 1000 എന്ന് പറഞ്ഞാൽ അപ്പോഴും വേറെ മസലയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. അല്ലാഹു നമ്മളെ പാപങ്ങളെ പുറത്തു തരട്ടെ. അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഈ പ്രവർത്തനമൊക്കെ കാരണമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.